വജദ ഹലാവത്തൽ ഈമാൻ. അത് ഈമാന്റെ മധുരിമ രുചിച്ചതാണെങ്കിൽ ആ ഈമാന്റെ മധുരിമ എന്റെ പൊന്നുമോൾക്ക് കിട്ടണോ? അത് കിട്ടിക്കഴിഞ്ഞാ ഒരു നിസ്കാരം കലാക്കാൻ നിനക്ക് പറ്റൂല മോളെ. ഒരു അയൽക്കാരെ കുറിച്ച് മോശത്തരം പറയാ കഴിയൂല മോളെ. ഒരു ഭർത്താവിനോട് അനാവശ്യമായി പെരുമാറാൻ നിന്റെ മനസ്സ് അനുവദിക്കൂല മോളെ. അല്ലാഹ്ക്ക് നിരക്കാത്ത, മുത്തനബിക്ക് നിരക്കാത്ത ഒരു പ്രവൃത്തി പോലും ചെയ്യാൻ നിന്റെ മനസ്സ് നിന്നെ അനുവദിക്കൂല മോളെ. എപ്പോഴും നിന്റെ മനസ്സ് ശാന്തമാ, എപ്പോഴും നിന്റെ മനസ്സ് സുന്ദരമാ, എപ്പോഴും റബ്ബിനെ കുറിച്ചുള്ള ചിന്തയാ. ഇത് ഈമാന്റെ മധുരിമയാ. അതെന്റെ പൊന്നുമോക്ക് കിട്ടണോ? അത് കിട്ടാനുള്ള മാർഗമേതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിലൂടെ പരിശുദ്ധമായ ഈമാനെ നെഞ്ചിലേറ്റിയ അനുഗ്രഹീതരായ പിതാക്കളുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ മണ്ണിന്റെ പരിശുദ്ധ മക്കളെ, ആ മാലിക് ബിൻ ദീനാർ തങ്ങൾ അനുഭവിച്ച ആ പരിശുദ്ധമായ ഈമാന്റെ മധുരിമ അനുഭവിക്കണോ? ഒരാളെയും പിന്നെ വഞ്ചിക്കാൻ കഴിയൂല, ഒരാളെയും പിന്നെ പറ്റിക്കാൻ കഴിയൂല, ഒരാളെ കുറിച്ചും മോശത്തരം പറയാ കഴിയൂല, ഒരു ബന്ധങ്ങളും തകർക്കാൻ കഴിയൂല. ഈ മൂന്ന് കാര്യം ഒരാളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഒരാളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, വജദ ഹലാവത്തൽ ഈമാൻ. ഓ, ഈമാന്റെ മധുരിമ അവൻ രുചി. ഏതാ ഈമാന്റെ മധുരിമ? നമുക്ക് എന്ത് ഈമാനാ? നമ്മളെ മുഹമ്മദ് റസൂലുള്ളാഹ് ഇത് വിശ്വസിച്ചവരും പരമ്പരാഗതമായി അതിൽ അടിയുറച്ചു നിൽക്കുന്നവരുമാണ് നമ്മൾ. അപ്പൊ നമ്മൾ വിശ്വാസികളാ. ആ ഈമാൻ നമുക്കുണ്ട്. ഈമാന്റെ മധുരിമ നമ്മൾ അനുഭവിച്ചിട്ടില്ല. എന്താ ഈമാന്റെ മധുരിമ? അത് അനുഭവിച്ച ദുനിയാവിന്റെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളായി തോന്നൂല പ്രിയപ്പെട്ടവരെ. വലിയ വലിയ പ്രശ്നങ്ങളൊന്നും അതൊക്കെ പോട്ടെ, അതൊക്കെ റബ്ബിന്റെ തീരുമാനം. ഇത് പറയുന്ന ഒരു മനസ്സുണ്ടല്ലോ, എപ്പോഴും ശാന്തത, എപ്പോഴും സ്വസ്ഥത, എല്ലാം എന്റെ റബ്ബിന്റെ തീരുമാനം. എടാ, നിനക്ക് അങ്ങനെ ഒരു പ്രശ്നം പറ്റി എന്നാ ഞാൻ ആത്മഹത്യ ചെയ്യാം, ചിന്തിക്കൂല. അപ്പോഴും മനസ്സിന് അള്ളാഹുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അത് നടത്തിക്കോട്ടെ. ഇനി അതല്ല, വേറെ ഏതെങ്കിലും വലിയ പ്രശ്നം വന്നു, അപ്പോഴും തോന്നും അള്ളാഹുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടത്തിക്കോട്ടെ എന്ന് തോന്നുന്ന ഒരു ആത്മീയമായ ഒരു പിടിവള്ളി പ്രിയപ്പെട്ടവരെ, ഇത് വേണോ? ജീവിതത്തിൽ തകർന്നു പോകാതെ എവിടെയും പിടിച്ചു നിൽക്കാൻ. ഒന്നാമത്, ഏറ്റവും അധികം മാനസികമായി വിഷാദം ബാധിച്ച യുവതി യുവാക്കളുടെ ലോകമോ, നൈരാശ്യത ബാധിച്ചിട്ട് ഒരു കൊലക്കയറിന്റെ മുമ്പിൽ ജീവിതത്തെ തകർത്ത് കളഞ്ഞാലോ എന്ന് ആത്മഹത്യ ചിന്തിക്കുന്നവരുടെ കാലമായത്. എന്റെ പ്രിയപ്പെട്ട യുവാവേ, അത് വരാതെ എന്ത് പ്രതിസന്ധി വന്നാലും ഞാനത് തരണം ചെയ്യും എന്നുള്ള ഒരു മനക്കെട്ട് നിനക്ക് വേണോ? വജദ ഹലാവത്തൽ ഈമാൻ. ഈമാന്റെ മധുരിമ ഏതാ രുചി? മൂത്തത്തിന്റെ രണാകണത്തിലേക്ക് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കടന്നു ചെന്നു. ശരീരത്തിൽ 80-ൽ പരം വെട്ടേറ്റു. രണാകണത്തിന്റെ പൊടിപടലങ്ങൾക്കിടയിലേക്ക് ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ട് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളുടെ ഭാഗങ്ങൾ കൽച്ചീലുകളെ പോലെ അന്തരീക്ഷത്തിലേക്ക് തെറിച്ചു പറക്കുന്നു. അതിനിടയിൽ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ വലത് കൈയിനെ വെട്ടേക്കുന്നു. എന്റെ യുവാക്കളെ, ചിന്തിക്കുക. എല്ല് മുഴുവനും മുറിഞ്ഞു മാറി ഒരു തോലിന്റെ കണ്ടത്തിൽ മാത്രം ഈ മുറിഞ്ഞു തകർന്ന കൈ നിശ്ചലം ചൂന്നിയാടുകയാണ്. ആ കൈ വെച്ചുകൊണ്ട് ഇടത് കൈയിലേക്ക് വാള് പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ രണാങ്കണത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് സാധിക്കാതെ വന്ന പ്രിയപ്പെട്ടവരെ, ഉടനെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെയ്തതെന്തെന്നറിയുമോ? ശരീരത്തിൽ നിന്ന് തോളം കൈയിൽ നിന്ന് അറ്റുപോയ ഭാഗത്ത് നിന്ന് രക്തം പ്രസരിക്കപ്പെട്ടുകൊണ്ടിരിക്കെ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദന എത്രയാ! അതിനിടയിലേക്ക് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ രണാങ്കണത്തിലേക്കൊന്ന് കുനിഞ്ഞു നിൽക്കുന്നു. അവിടത്തെ കൈയിന്റെ തോലിന്റെ കണ്ടത്തിൽ ആടിക്കൊണ്ടിരിക്കുന്ന കയ്യെ ഭൂമിയിലേക്ക് നിലത്തേക്ക് തള്ളുന്നു. എന്നിട്ട് മഹാന്റെ കാലുകൊണ്ട് ആ നിശ്ചലം കിടക്കുന്ന കൈയുടെ പത്തിയിലേക്കൊന്ന് അമർത്തി പിടിക്കുന്നു. അല്ലാഹു അക്ബറുല്ലാഹു അക്ബർ എന്ന ആത്മീയമായ സുന്ദര ശബ്ദത്തോടുകൂടി, ആർജവത്തോടുകൂടി തന്റെ കയ്യെ ശക്തമായൊന്ന് മുകളിലേക്ക് ഉയർത്തുന്നു. ആ പച്ചത്തോലിൽ നിന്ന് ആ മുറിവീണ കയ്യതാ പൊട്ടിമാറുന്നു. എവിടെ നിന്നാണ് ഈ വേദന ജഅഫർ ഇബ്നു അബീ ത്വാലിബ് സഹിച്ചതെന്നറിയുമോ? വജദ ഹലാവത്തൽ ഈമാൻ. അത്
അത് ഈമാന്റെ മധുരിമയാണ് സഹോദര. അതില്ലാത്തതാണ് നീ വിഷാദ രോഗിയാകുന്നത്, അതില്ലാത്തതാണ് നീ ആത്മഹത്യ ചിന്തിച്ചു പോകുന്നത്, അതില്ലാത്തതാണ് പൊന്നുമോളെ ജീവിതത്തിൽ നിന്ന് നീ ഒളിച്ചോടുന്നത്. ഖുബൈബ് റളിയല്ലാഹു അൻഹു കടുമരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു. ഇസ്ലാമികമായ ധാർമ്മികമായ കുഫാറിനോടുള്ള പോരാട്ടത്തിനിടയിൽ മഹാന്റെ വെട്ടേറ്റുകൊണ്ട് കൊല്ലപ്പെട്ട ശത്രുവിന്റെ മക്കള് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ബന്ദിയാക്കുന്നു. തങ്ങളെ പിതാവിനെ കൊന്നതിന്റെ പേരിൽ കടുമരത്തിലേക്ക് കെട്ടിത്തൂക്കാൻ അവരെ തീരുമാനിക്കുന്നു. അവസാനമായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഖുബൈബേ, നിന്നെ ഞങ്ങൾ കടുമരത്തിലേക്ക് കെട്ടിത്തൂക്കുകയാ, ഞങ്ങളെ പിതാവിനെ കൊന്നതുപോലെ കൊല്ലാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, നിന്റെ അവസാനത്തെ മോഹമെന്ന് പറയ് ഖുബൈബേ. ഖുബൈബ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് ശാന്തതയോടുകൂടി ഈ സ്ഫുരിക്കുന്ന മുഖഭാവത്തോടുകൂടി ശത്രുക്കളോട് വിളിച്ചു പറഞ്ഞു, ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ നിങ്ങൾ എനിക്ക് അവസരം തരണം. 2 റക്അത്ത് എന്റെ പടച്ച റബ്ബിന് വേണ്ടി അവസാനത്തെ നിസ്കാരം നിർവഹിക്കാൻ, മരിക്കുന്നതിന് മുമ്പ്, എന്റെ ഉയിര് പറക്കുന്നതിന് മുമ്പ്, എന്റെ ജീവൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്റെ റബ്ബിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കാൻ നിങ്ങൾ എനിക്ക് അവസരം തരണം. അങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കാൻ അവസരം നൽകുന്നു. ഖുബൈബ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വലിയ താമസമില്ലാതെ പെട്ടെന്ന് തന്നെ 2 റക്അത്ത് നിസ്കരിക്കുന്നു. ആ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് തനിക്ക് വേണ്ടി നിശ്ചയിച്ച കടുമരത്തിന്റെ മുമ്പിലേക്ക് ചെന്ന് നിന്നു. തന്റെ കഴുത്തിലേക്ക് ഇറുകിയാകാടാനുള്ള കെട്ടിയാടാറുള്ള ആ കയറിന്റെ കുരുക്കിന്റെ മുമ്പിലേക്ക് നിശ്ചലം വന്ന് നിന്നിട്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹു ശത്രുക്കളോട് വിളിച്ചു പറഞ്ഞു, എനിക്ക് എന്റെ റബ്ബിന് നിസ്കരിച്ചിട്ട് മതി വന്നിട്ടില്ല. അവസാനമായി എന്റെ റബ്ബിന് ദുനിയാവിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ്, മരണത്തെ മുഖാമുഖം കാണുന്നതിന് മുമ്പ് എന്റെ റബ്ബിന് വേണ്ടി നിസ്കരിച്ചിട്ട് എനിക്ക് മതി വന്നില്ല കൂട്ടരേ. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് പെട്ടെന്ന് നിസ്കരിച്ചതെന്നറിയുമോ? ഞാൻ വീണ്ടും നിസ്കാരത്തെ ദീർഘിപ്പിക്കുകയാണെങ്കിൽ ഖുബൈബ് മരിക്കാൻ പേടിച്ചിട്ടാണ്. ഖുബൈബിന് മരിക്കാൻ പേടിയാണ്. ഖുബൈബ് പറയുന്ന ഈമാനൊന്നും ഖുബൈബിലില്ല, അതുകൊണ്ട് മരിക്കാൻ പേടിച്ചിട്ടാണ് ഖുബൈബ് നിസ്കരിക്കുന്നതെന്ന് നിങ്ങൾ നാളെ വിളിച്ചു പറയുമെന്ന് ശങ്കിച്ചുകൊണ്ടാണ് ഞാൻ ഇസ്ലാമിന്റെ പേരിൽ ഭീരുവല്ല എന്ന് കാണിക്കാൻ തന്നെയാണ് നിസ്കാരം ഞാൻ മതിയാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് കൊലമരത്തിലേക്ക് കടുമരത്തിലേക്ക് കഴുത്ത് നീട്ടിക്കൊടുത്ത ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചങ്ക് പതറാത്ത ആവേശം ഏതെന്നറിയുമോ? വജദ ഹലാവത്തൽ ഈമാൻ, വജദ ഹലാവത്തൽ ഈമാൻ, വജദ ഹലാവത്തൽ ഈമാൻ. അതീമാന മധുരം രുചിച്ചതാ, അതീമാന മധുരിമയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഹൻസ റളിയല്ലാഹു അൻഹാ ഈ ഉമ്മത്തിനെ ഏറ്റവും വലിയ കവിയാക്കി അല്ലാഹുവിന്റെ മുത്തനബി പ്രശംസിച്ച് പറഞ്ഞ അസ്അറുന്നാസി അൽ ഹൻസ, എന്റെ ഹൻസയാണ്. ഇമ്രുൽ കൈസിനെ പോലും തകർത്ത് പരാജയപ്പെടുത്തി കളഞ്ഞ അനുഗ്രഹീത കവിയെന്ന് അല്ലാഹുവിന്റെ മുത്തനബിയുടെ മഹിതനാവ് കൊണ്ട് പുകഴ്ത്തി പറഞ്ഞ ഹൻസ റളിയല്ലാഹു അൻഹാ അവരുടെ 4 മക്കളും കൊല ചെയ്യപ്പെട്ടു ദീനിന്റെ പേരിൽ. ആ 4 മക്കളുടെ വെട്ടിമുറിക്കപ്പെട്ട ശരീരം കൺമുമ്പിലെത്തിയപ്പോ ആ മക്കളുടെ ശരീരത്തിന്റെ മുമ്പിൽ ഈ മാതൃത്വം കൊണ്ട് അനുഗ്രഹീതമായ ഉമ്മ പിടഞ്ഞു വീടുമെന്ന് ശങ്കിച്ചുകൊണ്ട് പിടിച്ചെടുക്കാൻ കാത്തു നിന്നവരുടെ മുമ്പിൽ അചഞ്ചലതയോടെ നിന്നുകൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലദീ ശറഫനി ബിമൗതിഹി, എന്റെ മക്കളെ മരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി എന്റെ മക്കളെ ചോരയൊലിപ്പിച്ചുകൊണ്ട് ശുഹദാക്കളുടെ ഉമ്മ എന്ന ശറഫ് എനിക്ക് തന്ന റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും റബ്ബേ. എനിക്ക് നഷ്ടപ്പെട്ടു പോയ, ഇനി എന്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ കിട്ടാത്ത എന്റെ ഈ മുത്തുമക്കളെ നാളെ സ്വർഗത്തിൽ വെച്ചെനിക്ക് തരണേ അല്ലാ. നാളെ അവരോടൊപ്പം സ്വർഗത്തിൽ ശുഹദാക്കളുടെ പരിവേഷം എനിക്കും തരണേ അല്ലാ എന്ന് അചഞ്ചലമായ മക്കളുടെ ശരീരങ്ങളെ മൃതിയടഞ്ഞ ധീരവൃത്തി വരിച്ച ശരീരങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇടറാതെ പതറാതെ ഹൻസ റളിയല്ലാഹു അൻഹ ദുആ ചെയ്യാനുള്ള ആവേശം എവിടെന്നാ പൊന്നുമോളെ? വജദ ഹലാവത്തൽ ഈമാൻ, അത് ഈമാന്റെ മധുരിമ രുചിച്ചതാണെങ്കിൽ ആ ഈമാന്റെ മധുരിമ എന്റെ പൊന്നുമോൾക്ക് കിട്ടണോ? അത് കിട്ടിക്കഴിഞ്ഞാ ഒരു നിസ്കാരം കലാക്കാൻ നിനക്ക് പറ്റൂല മോളെ.
ഒരു അയൽക്കാരെ കുറിച്ച് മോശത്തരം പറയാ കഴിയൂല മോളെ. ഒരു ഭർത്താവിനോട് അനാവശ്യമായി പെരുമാറാൻ നിന്റെ മനസ്സ് അനുവദിക്കൂല മോളെ. അല്ലാഹ്ക്ക് നിരക്കാത്ത, മുത്തനബിക്ക് നിരക്കാത്ത ഒരു പ്രവൃത്തി പോലും ചെയ്യാൻ നിന്റെ മനസ്സ് നിന്നെ അനുവദിക്കൂല മോളെ. എപ്പോഴും നിന്റെ മനസ്സ് ശാന്തമാ, എപ്പോഴും നിന്റെ മനസ്സ് സുന്ദരമാ, എപ്പോഴും റബ്ബിനെ കുറിച്ചുള്ള ചിന്തയാ. ഇത് ഈമാന്റെ മധുരിമയാ. അതെന്റെ പൊന്നുമോക്ക് കിട്ടണോ? അത് കിട്ടാനുള്ള മാർഗമേതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിലൂടെ പരിശുദ്ധമായ ഈമാനെ നെഞ്ചിലേറ്റിയ അനുഗ്രഹീതരായ പിതാക്കളുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ മണ്ണിന്റെ പരിശുദ്ധ മക്കളെ, ആ മാലിക് ബിൻ ദീനാർ തങ്ങൾ അനുഭവിച്ച ആ പരിശുദ്ധമായ ഈമാന്റെ മധുരിമ അനുഭവിക്കണോ? ഒരാളെയും പിന്നെ വഞ്ചിക്കാൻ കഴിയൂല, ഒരാളെയും പിന്നെ പറ്റിക്കാൻ കഴിയൂല, ഒരാളെ കുറിച്ചും മോശത്തരം പറയാൻ കഴിയൂല, ഒരു ബന്ധങ്ങളും തകർക്കാൻ കഴിയൂല, ഒരനാവശ്യം സംസാരിക്കാനും കഴിയൂല. അതെന്തൊരു ഭാഗ്യമാ, അതെന്തൊരു ജീവിതമാ. ഒരു നിസ്കാരം കലാക്കാൻ കഴിയൂല മോനെ. സമയമായ നിന്റെ മനസ്സ് പിടഞ്ഞുകൊണ്ടിരിക്കും, അല്ലാഹുവിലേക്ക് അത്യാർത്ഥിപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു ഭാഗ്യമാ, എന്തോ ഒരു അനുഭൂതിയാ. ഈ അനുഭൂതി ഈമാന്റെ മധുരിമയാ. ഈ ഈമാന്റെ മധുരിമ കിട്ടണോ പ്രിയപ്പെട്ടവര്? അത് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിച്ചു തരുന്നു. അയ്യകൂനല്ലാഹു വറസൂലുഹു أحب إليه مما سواهما أن يكون الله ورسوله أحب إليه مما سواهما أن يكون الله ورسوله أحب إليه مما سواهما നബി മുഹമ്മദ് മുസ്തഫ. വജദ ഹലാവത്തൽ ഈമാൻ, ഈമാന്റെ മധുരം അത് കിട്ടിയ ഇതൊന്നും വേണ്ട, നമുക്ക് എല്ലാം സഹിക്കാൻ കഴിയും. അവിടെയാ ഈ പറയപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ കാല് മുറിച്ചിട്ടും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അവിടെയാ മാരക രോഗം കൊണ്ട് ശരീരം ഒലിച്ചു പോകുന്ന പുണ്ണായി മാറിയിട്ടും അൽഹംദുലില്ലാഹ് ഇത്രയല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ, എന്തും പുഞ്ചിരിക്കുന്ന ഒരവസ്ഥ. ഒരു മകൻ മരിച്ചപ്പോ എന്റെ ഒരു മോനല്ലേ മരിച്ചോളൂ, നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല. നമ്മൾ അപ്പോഴേ കാടോടും, നിലവിളിക്കും, ഞാൻ എന്തോ പാപം ചെയ്തിട്ടാണ്. ഒരു മകൻ മരിച്ചപ്പോ എല്ലാവരും പറയുന്നു, ഇനി ഈ മകന്റെ മരണം ഇയാൾ എങ്ങനെ താങ്ങും? വന്ന് നിന്നിട്ട് പറഞ്ഞു, എന്റെ ഒരു മോനല്ലേ മരിച്ചോളൂ, എനിക്ക് വേറെ മക്കളുണ്ടല്ലോ, അൽഹംദുലില്ലാഹ് ബാക്കി മക്കളെ എനിക്ക് നിലനിർത്തുന്ന എന്റെ അല്ലാഹ്ക്ക് സ്തുതി. ഇതാ ഈമാൻ. ഇതൊരു പ്രത്യേക രുചിയാ. ഇത് അനുഭവിച്ച ദുനിയാവിന്റെ ഒന്നും നമുക്ക് രസമായി തോന്നൂല. അത് അനുഭവിക്കാത്തത് കൊണ്ടാ ഈ കിടക്കുന്ന താൽക്കാലികതയ്ക്ക് എന്തോ വലിയ സംഭവമായി നമുക്ക് തോന്നുന്നത് പ്രിയപ്പെട്ടവരെ. അത് അനുഭവിച്ചത് കൊണ്ടാ മൈമൂനത്തുൽ മിസ്രിയ ബീവിയൊക്കെ പാതിരാവിൽ എഴുന്നേറ്റുകൊണ്ട് റബ്ബിനോടുള്ള പ്രേമം പറഞ്ഞത്. എനിക്കെന്റെ റബ്ബാ വലുത്, എനിക്കെന്റെ പടച്ച റബ്ബിനെ കുറിച്ചുള്ള സ്നേഹമാ വലുത്. എന്റെ പ്രേമഭാജനമേ, എന്റെ പ്രിയപ്പെട്ടവനെ, എന്റെ മനസ്സിന്റെ തോടനെ, ഒരു ലൈലയെ കണ്ട മജ്നൂവിനെ പോലെ ഞാനും ഇതേ ഭ്രാന്തമായി മാറിയിരിക്കുന്നു. നിന്നെ സ്നേഹിച്ചുകൊണ്ട്, നിന്നെ തേടിക്കൊണ്ട്. എവിടെയാണ് നീ, എവിടെയാണ് നീ? മൈമൂനത്തുൽ മിസ്രിയ പാതിരാവുകൾ, മലഞ്ചരിവുകളെ സാക്ഷി നിർത്തിയിട്ട് വിളിച്ചു പറഞ്ഞ ആ സുന്ദരമായ അനുഭൂതി ഉണ്ടല്ലോ. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വജദ ഹലാവത്തൽ ഈമാൻ. ഇത് ആരെക്കുറിച്ചായി പറയണത്? അള്ളയാ. എന്റെ മനസ്സിന്റെ ഉള്ളറ നിറച്ചെന്റെ അള്ളയാ ഇത് പറയണ കിട്ടുന്ന സുഖം ചിലരല്ല. അത് കിട്ടുന്നവർക്ക് നാളെ റബ്ബിനെ കാണാനുള്ള ഭാഗ്യം.